सूफी काव्यों की विशेषताएं बताते हुए प्रमुख सूफी कवियों का സ്ഥാन നിർദ്ധാരിത് കീജിയെ. സൂഫി കാവ്യത്തിൻ്റെ വിശേഷതകൾ പറഞ്ഞുകൊണ്ട് സൂഫി കവികളുടെ സ്ഥാനം വ്യക്തമാക്കാനാണ് പറയുന്നത്. सूफी मत का जन्म इस्लाम मत पर शामी विचारधारा के प्रभाव के फलस्वरूप हुए. ഇസ്ലാം മതത്തിലെ ഷാമി വിചാരധാരയുടെ പ്രഭാവത്തിൻ്റെ ഫലസ്വരൂപമായിട്ടാണ് സൂഫി എന്ന് പറഞ്ഞ മതത്തിൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ ജന്മത്തിന് കാരണമായത്. ഇസ് विचारधारा में जीव और ब्रह्मा के संबंधों का निरूपण दाम्पत्य भाव और विरह के माध्यम से किया जाता है. ഇതിലെ ആത്മാവും ദൈവവുമായുള്ള സംബന്ധം വർണ്ണിക്കുന്നത് സംയോജിതമായ ഒരു ബന്ധം അല്ലെങ്കിൽ അഥവാ ഒരു വേർപിരിയലിൻ്റെ ബന്ധമായിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത്. സൂഫി ശബ്ദ കാ അർത്ഥ സൂഫ്, സോഫ്സ്, സുഫ, സഫ തഥാ സാഫ് സേ ലഗായ ജാതാ ഹെ. സൂഫി എന്ന് പറഞ്ഞ ശബ്ദത്തിൻ്റെ അർത്ഥം സൂഫ് അതായത് ഓൺ കംപ്ലി എന്നും, സോഫ്സ് ഗ്യാൻ അറിവ്, സുഫ എന്ന് വെച്ചാൽ ചുപ്തര, സഫ പവിത്ര അല്ലെങ്കിൽ നിർമ്മലമായ, തഥാ സാഫ് പങ്ക്തി അതായത് സാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻസ് എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് വരുന്നതെന്ന്. ഇസ് കാവ്യ പരമ്പര മേം പ്രേം കാവ്യോം കി രചന ഹുയി ഹെ. ഈ കാവ്യ പരമ്പരയിലാണ് പ്രേമകാവ്യങ്ങളുടെ പ്രേമകാവ്യത്തിൻ്റെ രചനകൾ നടന്നിട്ടുള്ളതെന്ന്. സൂഫി കാവ്യ പരമ്പര കെ പ്രമുഖ് കവി മുല്ല ദാവൂദ്, കുതുംബർ, മജൻ, അസ്മാൻ, നൂർ മുഹമ്മദ് ആദി ഹെ. മുല്ല ദാവൂദ്, കുതുംബർ, മജൻ, അസ്മാൻ, നൂർ മുഹമ്മദ് തുടങ്ങിയവരായിരുന്നു സൂഫി കാവ്യ പരമ്പരയിലെ പ്രമുഖ കവികൾ. प्रमुख सूफ़ी कवि और മുല്ല ദാവൂദ്. പ്രമുഖ കവി മുല്ല ദാവൂദിനെ കുറിച്ചാണ് പറയുന്നത്. हिंदी में सूफ़ी प्रेमज्ञान काव्य परंपरा के आदि प्रतिष्ठित मुल्ला दाऊद को माना जाता है. इनका केवल एक ही ग्रंथ उपलब्ध है, चंदायन. इसका दूसरा नाम लोर कहा भी है. इस ग्रंथ की रचना समय 1371 में माना गया. इसमें चंदा और लोरिका के प्रेम कथा का वर्णन की गई है. चंदायन की रचना समय 1379 माना गया है. इसमें चंदा और लोरिका का प्रेम कथा वर्णित की गई है. चंदायन की रचना दोहा चौपाई शैली पूर्व उत्तर प्रदेश में प्रचलित लोक कथा के आधार पर की गई है. इसकी भाषा अवधी है. ഈ മുല്ല ദാവൂദ് ഹിന്ദിയിലെ സൂഫി കാവ്യ പരമ്പരയിലെ പ്രമുഖ ആദ്യ രചയിത അല്ലെങ്കിൽ ഇതിനെ പ്രതിഷ്ഠിച്ചത് മുല്ല ദാവൂദ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ മുല്ല ദാവൂദിൻ്റെ ഗ്രന്ഥം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ചന്ദായൻ എന്ന് പറഞ്ഞ ഗ്രന്ഥം മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് 1371 എന്നും 1379 എന്നും പറയപ്പെടുന്നുണ്ട്. ഇതിൽ പറയുന്നത് ചന്ദ ഓർ ലോറിക്ക എന്ന് പറഞ്ഞ രണ്ട് ആൾക്കാരുടെ പ്രേമകഥയാണ് പറയുന്നത്. ഇത് എഴുതിയിട്ടുള്ളത് ദോഹ ചൗപ്പായി ശൈലിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. പൂർവ്വ ഉത്തർപ്രദേശിലെ പൂർവ്വ ഉത്തർപ്രദേശത്തിലെ പ്രചരിച്ചു കൊണ്ടിരുന്ന ഒരു ലോകകഥ അല്ലെങ്കിൽ ഒരു ലോകകഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കഥയില്ലേ, അതായത് മുത്തശ്ശിമാർ പറഞ്ഞു വരുന്ന കഥകൾ, അങ്ങനെ ഒരു കഥയുടെ ആധാരം അതായത് അതിൻ്റെ ബേസിസിലാണ് ഈ പ്രേംകഥ എഴുതിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഭാഷ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ അവധിയാണെന്നാണ് പറയുന്നത്. അടുത്ത കവിയാണ് കുത്തുംബൻ ജോൺപൂർ के शासक सुल्तान हुसैन शाह के दरबारी कवि थे. सुहारा वर्दिया समर्पदाय के सूफी संत बुढ़न कुतुंबन के गुरु कहे जाते हैं. कुतुंबन ने सन 1503 में मृगावती के रचना की थी. इस ग्रंथ में चंद्रगिरी के राजा गणपति देव के राजकुमार तथा कंचनपुर की राजकुमारी मृगावती के प्रेम कथा का दुखानंद वर्णन है. मृगावती सूफी प्रेम काव्य परंपरा का
प्रसिद्ध ग्रंथ है जो अवधी भाषा में दोहा चौपाई शैली में रचित है. ഈ കുത്തുമ്പൻ എന്ന് പറഞ്ഞ കവി സുൽത്താൻ ഹുസൈൻ, അതായത് ജോൺപൂരിൽ സുൽത്താൻ ഹുസൈൻ്റെ ദർബാറി കവി, അതായത് ആ കൊട്ടാരത്തിലെ ഒരു കവിയായിരുന്നു. ആൾ രചിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് മൃഗാവതി എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥമാണ്, രചനയാണ് ആൾ രചിച്ചിട്ടുള്ളത്. അത് 1503 രചന ചെയ്തിട്ടുള്ളത്. കുത്തുമ്പൻ്റെ ഗുരു സൂഫി സന്ത് ബുഡൻ എന്ന് പറഞ്ഞ ആളാണെന്നാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ മാനിക്കുന്നത്. ചന്ദ്രഗിരിയിലെ രാജകുമാരൻ ഗണപതി ദേവിൻ്റെയും കഞ്ചൻപൂർ എന്ന് പറഞ്ഞ രാജ്യത്തിലെ രാജകുമാരി മൃഗാവതിയുടെയും പ്രേമകഥയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ദുഃഖപൂർണമായ രീതിയിലാണ്, ദുഃഖത്തിൻ്റെ അല്ലെങ്കിൽ ദുഃഖപൂർണമായ രീതിയിലാണ് ഇവിടെ വർണ്ണന നടത്തിയിരിക്കുന്നത്. മൃഗാവതി സൂഫി കാവ്യ പരമ്പര, അതായത് ഈ ഗ്രന്ഥം അല്ലെങ്കിൽ ഈ രചന സൂഫി കാവ്യ പരമ്പരയിലെ ഒരു പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ്. ഈ കാവ്യം രചിച്ചിട്ടുള്ളത് അവധി ഭാഷയിലാണ്. നേരത്തെ നമ്മൾ മുല്ല ദാവൂത്ത് രചിച്ച രീതിയിൽ തന്നെ, അതായത് ദോഹ ചൗപ്പായ് ശൈലിയിൽ തന്നെയാണ് ഈ ഗ്രന്ഥവും രചിച്ചിട്ടുള്ളത്. मजन सूफी कवि मजन ने मधुमालती की रचना की. इस ग्रंथ में गंठ कन्यागिरी के राजकुमार मनोहर और महाराज नगर के राजकुमारी मधुमालती की प्रेम कहानी का सुगानंद वर्णन है. इस प्रेम कहानी में यह विशेषता है कि इसमें नायक अपनी प्रेमिका के प्रति अद्योपानता एकनिष्ठ बना रहा है. इसमें उपनायक और उपनायिका को भी स्थान मिला है. यह ग्रंथ भी अवधी भाषा में लिखित है और चंद दोहा चौपाई है. മജ്ജൻ എഴുതിയ ഈ കാവ്യം എന്ന് പറയുന്നത് മധുമാലതിയാണ്. ഈ ഗ്രന്ഥത്തിലെ ഗണ്ഡ് കന്യാഗിരിയിലെ രാജകുമാരൻ മനോഹരൻ്റെയും മഹാരാജ് നഗരത്തിലെ രാജകുമാരി മധുമാലതയുടെയും പ്രേമകഥയാണ് വർണ്ണിച്ചിട്ടുള്ളത്. ഈ പ്രേമകഥയുടെ പ്രത്യേകത പറയുന്നത് ഇതിലെ നായകൻ തൻ്റെ കാമുകിയോട് ഏകഭ്രാന്തനായി വർത്തിക്കുന്നുണ്ട്. ഇസ്മേം ഉപനായകനും ഉപനായികയ്ക്കും ഒരേപോലെ, അതായത് നായകൻ്റെയും നായികയുടെ പോലെ തന്നെ സ്ഥാനം ഈ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ഈ കാവ്യത്തിൽ ലഭിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് അവധി ഭാഷയിലാണ്. ചന്ദ് ദോഹ ചൗപ്പായി, ഇതിൻ്റെ ശൈലി എന്ന് പറയുന്നത് ചന്ദ് ദോഹ ചൗപ്പായി ആണ്.